പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ച നാരായണൻകുട്ടി. പിന്നെ അവര് ഉപദ്രവിക്കാണ്ടിരിക്കോ? ഇതെന്തൊരു കഷ്ടം എന്റെ കുമാര. ഈ കുട്ടിയെ ഓരെന്തിനെങ്കിലും ദ്രോഹിക്കണേ? കട്ടവനെ കണ്ടില്ലേ കണ്ടവന്റെ മെക്കെട്ട് കയറുക, അതന്നെ. എന്തായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് നാരായണൻകുട്ടി. കുറ്റം ചെയ്തവരെ പിടിക്കുന്നത് വരെ കടകളൊന്നും തുറക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. പാർട്ടിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. നീ കുറ്റക്കാരനല്ലാന്ന് ഞങ്ങൾ കച്ചവടക്കാർക്ക് അറിയാം, നാട്ടുകാർക്കും അറിയാം. ഇങ്ങനെ എന്തെങ്കിലും ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ കുറ്റം മുഴുവൻ നിന്റെ തല കെട്ടിവെക്കുന്നുള്ളത് ഉറപ്പാ. കുമാരാ, കുമാരാ, അപ്പൂട്ടിയെ കണ്ടൂന്ന്. ആരെ? ആ തെക്കേത്തള മാധവൻ ഇന്നലെ സിനിമ കഴിഞ്ഞ് വരുമ്പോ കണ്ടൂന്ന്. എന്നിട്ട് നാരായണൻകുട്ടി അന്വേഷിച്ച് നടക്കണൂന്ന്. നീ എന്തിനാ സൈത്താന്റെ പേര് പോലീസിൽ പറയാൻ പോയത്? പിന്നെ പറയാതെ പറ്റുമോ? അയാളല്ലേ അന്ന് എന്റെ കടയിൽ വന്ന് ചാക്കെടുത്തോണ്ട് പോയത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കവല വെച്ച് അവരൊന്നും ചെയ്യില്ലെന്ന് വെച്ചോ. പകല് വെട്ട് തോം പുറത്തിറങ്ങുകയില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാ നല്ലത്. മുന്നും പിന്നും നോട്ടോ ഇല്ലാത്താനാ അവൻ വീട്ടിലേക്ക് എങ്ങാനും കേറി ചെന്നാലോ? ഇയാൾ അതും പറഞ്ഞ് അവനെ പേടിപ്പിക്കാതെ. അതെ, ഇവര് പറയുന്ന പോലുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും ആളവനായതുകൊണ്ടാ ഒന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. അന്ന് അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഇല്ല, ഞാൻ അവരോട് സത്യം തുറന്നു പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഇന്ന് രാവിലെ പാറുമ്മ വന്നിരുന്നു. അപ്പൂട്ടി ഏത് നിമിഷവും വരും. വന്നാ പിന്നെ എനിക്ക് ദേവിയെ കാണാൻ പറ്റില്ലെങ്കിലോ? അതുകൊണ്ടായി വന്നത്, അവസാനമായിട്ടൊന്ന് കാണാൻ. അങ്ങനെയൊന്നും പറയരുത്. ശാപം കിട്ടിയവനാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം കണ്ണീരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ദേവിക്കും എല്ലാ വിഷമങ്ങളും മാറും. മാറണമെങ്കിൽ നീ എന്നെ മറക്കണം. നമുക്കവിടെ വെച്ച് പിരിയാം. ഇല്ല, നമ്മൾ പിരിയില്ല. കാലം കോഴിയല്ലേ കൂണത്. എല്ലാം തികഞ്ഞെന്റെ അമ്മേനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കാലം കോഴി. അയ്യോ അമ്മ, ഇതെന്തമ്മേ? പട്ടയമിട്ട വീണതാ. നീ അങ്ങ് അകത്തേക്ക് ചെല്ല്. അങ്ങോട്ട് എഴുന്നേറ്റ് പോകൂ. ആരാടിയത്? വേഗം അങ്ങോട്ട് എഴുന്നേക്കൂ. അമ്മമ്മ ഇങ്ങോട്ട് വരൂ. പോ, ഇങ്ങോട്ട് പോ. നാറോട്ടിയെ, ആരുമില്ലേ ഇവിടെ? നാറോട്ടി, ആരാ? നാറോട്ടി ഇല്ലേ ഇവിടെ? കുട്ടി ഇവിടെ ഇല്ല. ആരാ? എന്തു വേണം? ഞാൻ നാരായണൻകുട്ടിയുടെ ഒരു ദോസ്താ, ചങ്ങായി, കുമാരൻ എന്ന് പറയും. ആ, കുമാരേട്ടനാണോ? എന്താ? അവൻ ഇങ്ങോട്ട് വന്നോ? ആര്? അപ്പൂട്ടി. ഇല്ല,
ഇനിയിപ്പോ എനിക്ക് തോന്നിയതാവോ? എന്താ കുമാരേട്ടാ? ഞാൻ കടവത്ത് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാൾ ശരം വിട്ടമാരി ഓടണുണ്ടു. ആരാന്ന് ചോദിച്ചിട്ട് പറയണമില്ല. ഇവിടേക്കാ കേരള കണ്ടത്. മട്ടുമാരി കണ്ടവൻ തന്നെയാ. എന്റെ കുട്ടി അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ ഈശ്വര ഇങ്ങനെ? അതൊക്കെ ശരിയാ. പക്ഷെ ആരാ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക? പോത്തെന്ന് പറഞ്ഞാ വെട്ടുപോത്താവൻ ജാതി. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. ഏതായാലും ജനലും വാതിലും ഒക്കെ നല്ലോണം കുറ്റിയിട്ടിട്ട് കിടക്കുക. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. പിന്നെ എന്തേലും ഒരു ആയുധം തലണക്കിലിരിക്കുന്നത് നല്ലതാ. വല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ ഒരു ബലത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ അവന് പിടികൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ? എന്തോ ഒന്ന് അനങ്ങിയോ? അയ്യോ ആരാണത്? ഈശ്വര. അല്ല, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നാ പിന്നെ വരട്ടെ. ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ. എന്താടാ ഇങ്ങോട്ടൊക്കെ? ആ അപ്പൂട്ടി എന്നെ അന്വേഷിച്ച് കിടക്കുക. അവൻ എന്നെ കൊല്ലും മുതലാളി. അയ്യോ, അവനെ പോലീസിന് ഒറ്റിക്കൊടുത്തത് നീയല്ലടാ. ഞാൻ എന്റെ ആളാണ് അപ്പൂട്ടിന്ന് പോലീസിനോട് പറഞ്ഞത് നീയല്ലടാ റാസ്കിൾ. അത് പോലീസിന്റെ അടി കൊണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. പോലീസിന്റെ അടി കൊണ്ടാ നീ അറിയാതെ നിന്റെ തന്തയുടെ പേര് പറയടാ. നന്ദി കേട്ടവനെ. എനിക്ക് അന്നേ അറിയാം ആ ഹേമയെ കൊന്നു നീയാണെന്ന്. ശവം ചാക്കി പൊതിഞ്ഞ് പുഴയെ കൊണ്ടിടാൻ അപ്പൂട്ടി നിന്നെ സഹായിക്കുകയും ചെയ്തു അല്ലേ? അയ്യോ അല്ല, ഞാനല്ല മുതലാളി. കണ്ടോരുണ്ട്, ദൃക്സാക്ഷിയിലുണ്ട എന്റെ കയ്യില്. വിട്ടിണ്ട്. ലാസർ മുതലാളിയോടാ കളിക്കണേ നായേ. ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്നെ രക്ഷിക്കണം മുതലാളി. കൊന്നവൻ കഴുമരത്തി കേറണം, അത് ഉറപ്പാ. അല്ല, അത്രയും വേണ്ടി വരില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ. ആ അപ്പൂട്ടിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. ഞാൻ ആട്ടെ, ഇതൊക്കെ പോട്ടെ. ഞാനൊരു സഹായം ചെയ്യാം. നിന്റെ ആ 3 തള്ളാരുണ്ടല്ലോ, അവറ്റിനെയും കൂടി നിന്റെ ശവക്കുഴിയിൽ ഒരുമിച്ചിട്ട് മൂടാം. പോണവിടുന്ന്. എടാ പിശാശെ, നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നീ എന്തിനാ ഈ ആളും വെട്ടോളെടുത്തൊക്കെ വന്ന് നിക്കണേ? എന്നെ രക്ഷിക്കണം മുതലാളി. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്താ കർത്താവാ? എടാ സംഗതി ആകെ പുലിവാല് പിടിച്ചിരിക്കുക. നീ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കടാ. ഒളിച്ചൊളിച്ച് ഞാൻ മടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 2 കുത്ത് ചീട്ട് മേടിച്ചു തരാം. നീ ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്ന് കളിക്ക്. എടാ നിനക്ക് ഞാൻ ആവശ്യത്തിന് കാശ് തരണില്ലേ? പിന്നെ എന്നെ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? ഒരു തറവാടിത്തല്ല മോനെ നിനക്ക്. ഇത് പ്രശ്നാവൂട്ടോ. എന്റെ നെലി മേലി നിനക്കറിയാലോ. മുതലാളി എനിക്ക് കുറച്ച് കാശ് കൊടുത്താ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം. പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. കുറച്ചെന്ന് വെച്ചാൽ നിനക്ക് എത്ര കാശ് വേണം? 1000 രൂപ മതിയോ? അതുപോരാ, പിന്നെ കുറച്ചുകൂടെ വേണം. എന്നാ അത് പറ. ചുരുങ്ങിയത് ഒരു 1,00,000 രൂപയെങ്കിലും വേണം. 1 ലക്ഷം? ടാ പൂട്ടാ, 1 ലക്ഷം എന്ന് പറഞ്ഞ രൂപ എത്രയാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടാ? അറിയാം, അതെനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കൊലക്കയറെ കയറുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. പിന്നാരാ? നിന്റെ അച്ഛനും കൂട്ടിന് വരുമോ? ദേ പേടിപ്പിക്കണ്ട, അത് വിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്ക്. ദേ വെറുതെ നാട്ടുകാരുടെ കണ്ണി പെടണ്ട. ചെല്ലടാ. എന്നെ വെട്ടിച്ചു പോയാൽ ഞാൻ അങ്ങോട്ട് വരും. എങ്ങോട്ട്? വീട്ടിലോട്ട്. വീണ്ടും അവ എന്നെ പേടിപ്പിക്കാണല്ലോ. ദേ ഇവിടെ ആളും വെട്ടൊക്കെ ഉണ്ട്. നീ അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞത് കേക്കടാ. ചെല്ലടാ.